ഡ്യൂട്ടിയിലുണ്ട് PR എന്നോട് വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. വളരെ മോശമാണ്. ഞാനെന്തോ കുറ്റക്കാരി പോലെയാണ് അടുത്ത PR എന്നെ ട്രീറ്റ് ചെയ്തത്. അവിടെ നല്ല മാന്യമായി പെരുമാറുന്നത് ബാക്കി പോലീസുകാരുണ്ടായിരുന്നു. പക്ഷെ അതുപോലല്ല അടുത്ത PR എന്നോട് പെരുമാറിയിട്ടുള്ളത്. ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവതിക്ക് നേരിടേണ്ടി വന്നത് വളരെ മോശം അനുഭവമെന്ന് പരാതി. കാസർഗോഡ് ഉദുമ സ്വദേശിനിയും ബ്ലോഗറുമായ ഷാക്കിറയാണ് തനിക്കുണ്ടായ ദുരനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. 40 വർഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പുതുതാളം. ബിന്ദു ജ്വല്ലറി. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ലൈഫ് ടൈം. ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവതിക്ക് നേരിടേണ്ടി വന്നത് മോശം അനുഭവമെന്ന് ആരോപണം. ഫോണിലൂടെ ശല്യം ചെയ്തതിനെതിരെ പരാതി നൽകാനെത്തിയ തന്നോട് അവിടുത്തെ PRO മോശമായാണ് പെരുമാറിയതെന്നും മാനസികമായി ഒട്ടേറെ വിഷമിപ്പിച്ചെന്നും കാസർഗോഡ് ഉദുമ സ്വദേശിനിയും വ്ളോഗറുമായ ഷാക്കിറ പറയുന്നു. പരാതിയിൽ ചെറിയൊരു തെറ്റുണ്ടായതിന്റെ പേരിൽ PRO ഉച്ചത്തിൽ സംസാരിക്കുകയും തരം താഴ്ത്തിക്കെട്ടുകയും ചെയ്തതായി ഷാക്കിറ ആരോപിക്കുന്നു. എന്നെ ഒരാൾ ഫോണ് വിളിച്ചിട്ട് ശല്യപ്പെടുത്തിയ ഒരു പരാതിയായിട്ടാണ് ഞാൻ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോയ സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഹജ്ജ് പെരുന്നാൾ 2 ദിവസം മുമ്പാണ് ഞാൻ ബേക്കലത്ത് പോയത്. അപ്പൊ അവിടെ വർക്കിലുണ്ടായ ഡ്യൂട്ടിയിലുണ്ടായ PRO എന്നോട് വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. വളരെ മോശമാണ്. ഞാനെന്തോ കുറ്റക്കാരി പോലെയാണ് അടുത്ത PR എന്നെ ട്രീറ്റ് ചെയ്തത്. കഴിയുന്ന കണ്ടിട്ട് അവിടെയുള്ള ബാക്കിയുള്ള ഓഫീസറിന് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ പോയിക്കോ പരാതി എടുത്തിട്ടുണ്ടെന്ന് എന്നെ പറഞ്ഞയച്ചതാണ്. എന്നിട്ട് ഈ PROക്കെതിരെ ഞാൻ SP ഓഫീസിൽ കംപ്ലൈന്റ് എടുത്തിട്ട് അവിടുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മൊഴിയെടുക്കാനൊക്കെ വിളിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്ന സമയത്തും അവിടുത്തെ പോലീസുകാരന് PROനെ സപ്പോർട്ടാക്കിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. ബാക്കത്തെ എല്ലാ പോലീസുകാരല്ല, അവിടെ അന്ന് വർക്കിലുണ്ടായ PRO മാത്രം അവിടെ നല്ല മാന്യമായി പെരുമാറുന്നത് ബാക്കി പോലീസുകാരുണ്ടായിരുന്നു. പക്ഷെ അതുപോലല്ല അടുത്ത PR എന്നോട് പെരുമാറിയിട്ടുള്ളത്. വളരെ മോശമായി. പരാതിയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടതിന്റെ പേരിലാണ് അന്നത്ര സൗണ്ട് എടുത്തിട്ട് എന്നെ കരയിപ്പിച്ചത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ പറഞ്ഞെങ്കിൽ ഞങ്ങൾ അത് തിരുത്തി എഴുതും. പിന്നെ കശ്മീരിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അത് കശ്മീരിൽ കൊടുക്കണം, ഈടെന്തിന് വരണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ സൗണ്ടിൽ ഇൻസൾട്ട് ചെയ്തിട്ട് കരയിപ്പിച്ചാണ് എന്നോട് ചെയ്തത്. ഇതുപോലെ വരാതിക്കല റബ്ബെ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ പാർട്ടി ആയിട്ട് ആരെങ്കിലും സപ്പോർട്ടായിട്ട് പോവാ, ഇല്ലെങ്കിൽ ഒറ്റക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏത് രീതിയിലായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റൂല. ആ പോലീസുകാരന് അന്ന് വർക്കിലുണ്ടായ എന്നെ അങ്ങനെ ഇൻസൾട്ട് ആക്കിയ പോലീസുകാരന് കോർട്ടിൽ പോകാൻ തന്നെയാണ് എന്റെ പ്ലാൻ ഉള്ളത്. പോലീസ് സ്റ്റേഷനിൽ മറ്റു ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറിയപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് മോശം അനുഭവം ഉണ്ടാക്കിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കാത്തതിനെ തുടർന്ന് യുവതി SP ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് നേരിടേണ്ടി വന്ന ഈ അനുഭവം ഇനിയൊരു സ്ത്രീക്കോ പുരുഷനോ ഉണ്ടാകരുതെന്നും യുവതി വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. അതേസമയം യുവതി നൽകിയ പരാതിയിൽ കേസെടുക്കാൻ തക്കവണ്ണമുള്ള കുറ്റകൃത്യങ്ങളൊന്നും വെളിപ്പെടാത്ത സാഹചര്യത്തിൽ പരാതിയിൽ തുടർ നടപടികൾ ആവശ്യമില്ലെന്ന് കണ്ട് തീർപ്പാക്കിയതായാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഔദ്യോഗികമായി ലഭ്യമായ വിവരം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.